ദശകം 57 പ്രലംബാസുരവധം. രാമസഖ ക്വാഭിദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരഭി ഗോപാനാം ധേനുഭിരിഭി സംവൃതോലസത്വേഷഃ. അല്ലയോ അഭീഷ്ടപ്രദനായ ഭഗവൻ, ഒരു ദിവസം ബലരാമനോടുകൂടിയവനും ശോഭിക്കുന്ന വേഷത്തോടുകൂടിയവനുമായ അങ്ങ് ഗോപന്മാരുടെ പുത്രന്മാരാലും പശുക്കളാലും ചുറ്റപ്പെട്ടവനായി കാട്ടിലേക്ക് പോയി. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹ ബാലൈഃ ബാണ്ഡീരഗമാഗമോ വടം ക്രീഡൻ. ബലരാമനായിക്കൊണ്ട് നിർമ്മലമായ വനത്തിൻ്റെ ആ കാന്തിയെ സാവധാനത്തിൽ കാണിച്ചു കൊടുക്കുന്നവനും ദണ്ഡധാരികളായ ഗോപബാലന്മാരോടുകൂടി ക്രീഡിക്കുന്നവനുമായ അങ്ങ് ബാണ്ഡീരകം എന്നുപേരായ പേരാൽമരത്തിൻ്റെ സമീപത്തിൽ എത്തിച്ചേർന്നു. താവത്താവഗനിധനസ്പൃഹയാലുൻ ഗോപമൂർത്തിരദയാലുഹു ദൈത്യപ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. ആ സമയത്ത് അങ്ങയെ വധിക്കുവാൻ ഇച്ഛിക്കുന്നവനും ദയയില്ലാത്തവനും ഗോപാലൻ്റെ വേഷം ധരിച്ചവനും ആയ പ്രലംബനെന്നു പേരായ അസുരൻ ദീർഘബാഹുവായ അങ്ങയെ പ്രാപിച്ചു. ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദഃ വടനികടേ പടു പശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാഃ. അവനെപ്പറ്റി നന്നായി അറിയുന്നവനാണെങ്കിലും അങ്ങ് അത് അറിയാത്തവനെന്ന പോലെ അവനോടുകൂടി സൗഹൃദം ഭാവിക്കുന്നവനായിട്ട് പേരാലിൻ്റെ സമീപത്തിൽ സമർത്ഥരായ ഗോപന്മാർ ഒത്തുചേർന്ന് നടന്ന ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഗോപാൻ വിഭജ്യ തന്നൻ സംഗം ബലഭദ്രകം ഭവത്കമഭി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. അല്ലയോ ഭഗവൻ, ഗോപബാലന്മാരെ രണ്ടു പങ്കായി തിരിച്ചു. ബലഭദ്രനാകുന്ന നേതാവിനോടുകൂടിയതും അങ്ങാകുന്ന നേതാവിനോടുകൂടിയതുമായ സംഘങ്ങളാക്കി തീർത്തവനായ അങ്ങ് അങ്ങയുടെ കയ്യൂക്കിനെ ഭയപ്പെടുന്നവനായ പ്രലംബാസുരനെ അങ്ങയുടെ സംഘത്തിൽ ചേർന്നവനാവാൻ അനുവദിച്ചു. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരദോ ഭവദ്ഭീത്യാ. അല്ലയോ ഭഗവൻ, ഇപ്രകാരം അനേകം ഗോപബാലന്മാർ വഹിച്ചു നടക്കുന്നതും വഹിക്കപ്പെടുകയും ചെയ്തിരിക്കെ ബലരാമനാൽ ജയിക്കപ്പെട്ട പ്രലംബൻ അങ്ങയെ ഭയപ്പെട്ടിട്ട് ബലരാമനെ കുറേ ദൂരത്തേക്ക് വഹിച്ചു കൊണ്ടുപോയി. ത്വദ്ദൂരം ഗമയന്തം ത്വം ദൃഷ്ട്വാ ഹലിനി വിഹിതഗരിമഭരേ ദൈത്യസ്വരൂപമാഗാത് യദ്രൂപാസഹി ബലോഭിജകിതോഭൂത്. അങ്ങയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് വഹിച്ചു കൊണ്ടുപോയ പ്രലംബനെ കണ്ടിട്ട് ബലരാമൻ ദേഹത്തിന് കൂടുതൽ ഭാരം വരുത്തിയപ്പോൾ ആ അസുരൻ സ്വന്തം രൂപത്തെ പ്രാപിച്ചു. ആ രൂപം കണ്ടിട്ട് ബലരാമൻ പോലും ഭയപ്പെട്ടവനായിട്ടു തീർന്നു. ഉച്ചതയാ ദൈത്യതനോഃ ത്വന്മുഖമാലോക്യ ദൂരദോ രാമഃ വിഗതഭയോ ദൃഢമുഷ്ട്യാ വൃഷദുഷ്ടം സപദി പിഷ്ടവാനേനം. പ്രലംബാസുരൻ്റെ ദേഹത്തിൻ്റെ ഉയരം നിമിത്തം ബലരാമൻ അകലേ നിന്ന് അങ്ങയുടെ മുഖത്തെ നോക്കിയിട്ട് ഭയം മാറിയവനായി ആ അത്യന്ത ദുഷ്ടനായ അവനെ ഉടനെ ഇടിച്ചു ചതച്ചു കൊന്നു. ഹത്വാദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രംണാ താവന്മിളതോർയുവയോഃ ശിരസി കൃതാ പുഷ്പവൃഷ്ടിരമരഗണൈഃ. അങ്ങ് ആസുരവൈദ്യനെ വധിച്ചിട്ട് തിരികെ വന്നു ചേർന്ന ബലരാമനെ സ്നേഹപുരസ്സരം ആലിംഗനം ചെയ്തു.
അപ്പോൾ ഒന്നിച്ചു ചേർന്ന ഭവാന്മാർ രണ്ടുപേരുടെയും ശിരസിങ്കൽ ദേവഗണങ്ങളാൽ പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടു. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയൻ കാലം വിഹായ സദ്യു ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അല്ലയോ കരിവണ്ടിൻ്റെ ശോഭ തേടുന്ന ഭഗവൻ, ലോകങ്ങൾക്ക് ആശ്രയഭൂതനും ഇപ്രകാരം പ്രലംബവധം ചെയ്തവനുമായ അങ്ങ് കാലതാമസം കൂടാതെ ക്ഷണത്തിൽ തന്നെ എൻ്റെ ക്ലേശങ്ങളെ സംഹരിക്കണമേ.